നമുക്ക് ഒരുവിധം എല്ലാ വെജിറ്റബിൾസും കിട്ടുന്ന ഷോപ്പാണിത്. വാഴത്തട്ട, വാഴക്കൂമ്പ്, ചുവന്ന ചീര, പച്ചച്ചീര, മത്തൻ, നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണം. ഇവിടെ ഈ ഷോപ്പിൽ കിട്ടാത്ത പച്ചക്കറികൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാം. ഇതൊക്കെ ഗാനയിൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. എന്നിരുന്നാലും വഴിയരികിൽ ആരും കുടിച്ചു ബോധം കെട്ടി കിടക്കുന്നത് നമ്മൾ കാണാറില്ല. Very nice. You can get grocery very easily and all type of vegetable you get very easily. So please come and visit. Thank you. ഹലോ ഗായ്സ്, വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. ഗാനയിലെ ടെമയിലെ വെജിറ്റബിൾ ഷോപ്പിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഫ്രഷ് സിറ്റി മാർട്ട്, അതാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. കമ്മ്യൂണിറ്റി 8 വിയറ്റ്നാം സിറ്റി ഹോട്ടലിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡെയിലി വ്ളോഗിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു പാർട്ടായിട്ട് ഈ ഷോപ്പിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഷോപ്പ് എവിടെയാണ്, ഇത്രയും വെജിറ്റബിൾസ് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ, നല്ല വെജിറ്റബിൾസ് ആണല്ലോ, അപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത്രയും ഫ്രഷ് വെജിറ്റബിൾസും ക്വാളിറ്റിയുള്ള ഗ്രോസറികളും ഒക്കെ കിട്ടുന്ന ഷോപ്പ് ഗാനയിലുള്ള എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പേരിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമുക്ക് വെജിറ്റബിൾസ് എത്തിക്കുന്നതും സെയിൽ ചെയ്യുന്നതും. അപ്പോൾ പ്രവാസ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഹെൽത്തി ഫുഡ്. നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യത്തിൻ്റെ രഹസ്യം. പലപ്പോഴും നല്ല നാടൻ പച്ചക്കറികൾ വിദേശ രാജ്യങ്ങളിൽ കിട്ടണമെന്നില്ല. അപ്പം ഞങ്ങളും അത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഫ്രഷ് സിറ്റി മാർട്ട് എന്ന ഈ വെജിറ്റബിൾ ഷോപ്പ് വരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞാൻ ഈ ഷോപ്പിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ടാവും സമയം. അപ്പം ആളുകൾ വന്നും പോയും കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ആമീനെയും അൻഷുനെയും ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് ഒരുവിധം എല്ലാ വെജിറ്റബിൾസും കിട്ടുന്ന ഷോപ്പാണിത്. നമ്മളിവിടേക്ക് വന്നിരിക്കുന്നത് ഇന്ന് കുറേ വെജിറ്റബിൾസ് വാങ്ങിക്കണം. വെജിറ്റബിൾസ് വാങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. നമ്മുടെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മളെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു നാടിൻ്റെ ഫീൽ തന്നെയാണ് നമുക്ക് വരിക. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ഞാൻ പറയട്ടെ, കോവയ്ക്ക. ഇത് നമ്മളെ നാട് വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അത്ര കിട്ടണമെന്നില്ലല്ലോ കോവയ്ക്കൊക്കെ. അപ്പോൾ കോവയ്ക്ക കിട്ടും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആഫ്രിക്കയിലെ എല്ലാ വെജിറ്റബിൾസും കിട്ടുമെന്ന്. പക്ഷെ കിട്ടും ഗൈസ്, ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അതും നമ്മൾ ആഫ്രിക്കയിലെ എല്ലാ ഷോപ്പിലും കിട്ടില്ല, ഗാനയിലുള്ള എല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ഇപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുവിധം എല്ലാ പച്ചക്കറിയും കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അടുത്തത് നമ്മുടെ മലയാളികളുടെയും തമിഴന്മാരുടെയും ഒക്കെ പ്രിയപ്പെട്ട ചീര. പച്ചയും ചുവപ്പും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ഗൈസ്. നല്ല ചീരയിൽ ധാരാളം അയൺ അടങ്ങിയതുകൊണ്ട് തന്നെ വിളർച്ച കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചീരയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുന്നു. അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് ചീരയ്ക്കുള്ളത്. വാഴയുടെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള വാഴപ്പിണ്ടിയെയും വാഴക്കുമ്പിനെയും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടല്ലോ. വയറ്റിനകത്തുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളി വയറിനെ ശുദ്ധീകരിക്കുന്ന ഇവരെ 2 പേരെയും നമ്മൾ നിസ്സാരക്കാരായി തള്ളിക്കളയരുത്. കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിച്ചോളൂ. നല്ല നാടൻ പയറാണ് അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത്. ഗാനിയൻസിന്റെ വെജിറ്റബിൾ ഷോപ്പിൽ നമ്മൾ പോകുമ്പോൾ കുറച്ച് കട്ടിയുള്ള പയറാണ് എപ്പോഴും നമുക്ക് കിട്ടാറുള്ളത്. പക്ഷെ അതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് നല്ല നാടൻ പയറിന്. വെണ്ടയ്ക്ക. മലയാളികൾക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ലേഡീസിനാണെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിനും ഉപകാരപ്പെടുന്ന വെണ്ടയ്ക്ക നല്ല മൂക്കാത്തത് ഫ്രഷ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് എരിശ്ശേരി ഉണ്ടാക്കാനും അതുപോലെ ഓലൻ വെക്കാനും ഒക്കെ പറ്റിയ നല്ല മധുരമുള്ള മത്തൻ ഇവിടെ കിട്ടും. ഒന്ന് മുഴുവനായിട്ട് നമുക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നമുക്ക് അത്രയും ആവശ്യമില്ലെങ്കിൽ പീസായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. മുഴുവനായിട്ടുള്ളത് വേറെയുണ്ട്. ഊണ് കഴിഞ്ഞ് അല്പം മുറുക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള വെറ്റിലയും ചുണ്ണാമ്പും ഇവിടെ റെഡി. ഇഞ്ചി, പച്ചക്കായ, കാബേജ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ നമുക്ക് എപ്പോൾ വന്നാലും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. തേങ്ങയ്ക്കാണെങ്കിൽ മറ്റ് കടകളെ അപേക്ഷിച്ചിട്ട് പ്രൈസും കുറവാണ്. നാട്ടിലുള്ള സാധാരണക്കാരുടെ ഇഷ്ട കാർഷിക വിളയായിട്ടുള്ള മധുരക്കിഴങ്ങ് നമ്മുടെ ആഫ്രിക്കൻസിൻ്റെയും ഇഷ്ട ഭക്ഷണമാണ്. ചെരങ്ങ, ബീൻസ്, ക്യാരറ്റ്, അങ്ങനെ പച്ചക്കറികളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ഈ ഷോപ്പ്. ഞാൻ എപ്പോൾ പോയാലും കുറച്ച് നെല്ലിക്കയും വാങ്ങിച്ചിട്ടാണ് വരാറുള്ളത്. അരിനെല്ലിക്കയും നല്ല നാടൻ നെല്ലിക്കയും ഇവർ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അരിനെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ട്, അതുപോലെ മാങ്ങയൊക്കെ ഇവിടെ കിട്ടും. മാങ്ങയും ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരുന്നു ഗൈസ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, കേരളത്തിലുള്ള മിക്ക കാർഷിക ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ കിട്ടുമ്പോൾ അത് നമ്മുടെ ഭാഗ്യമല്ലേ? നമ്മളത് ശരിക്കും ഉപയോഗിക്കുകയല്ലേ വേണ്ടത്?
ഇപ്പോൾ ഉള്ളിയുടെ പൂക്കളാണിത്, ഒനിയൻ ഫ്ലവർ. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ചെറുനാരങ്ങ, ചെറിയുള്ളി, ചീര, പടവലം, എന്തിനേറെ പറയുന്നു, നല്ല നാടൻ മഞ്ഞൾ, പപ്പായ, പൈനാപ്പിൾ, വഴുതനങ്ങ. മൊത്തത്തിൽ ഈ ഷോപ്പ് കളർഫുള്ളാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടത്തിന് നല്ലതും ചീത്തതും നോക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. സാധാരണ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ പോവുകയാണെങ്കിൽ അപ്പോൾ അവിടെയുള്ള ഒരു പെട്ടെന്ന് കേടുവന്നു പോകുന്ന ഐറ്റംസ് ആണ് സെയിൽ ചെയ്യാൻ വെക്കാറുള്ളത്. ഇവിടെ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല. ഷോപ്പ് ഫുൾ ഡേയ്സ് ഓപ്പൺ ആയിരിക്കും. മൺഡേ, തേഴ്സ്ഡേ ഈ 2 ദിവസങ്ങളിലാണ് പുതിയ വെജിറ്റബിൾസ് വന്ന് നിറയാറുള്ളത്. ചിക്കനും മട്ടനും ഒക്കെ വാങ്ങി കഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി നിങ്ങളുടെ ഫുഡിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കുക നിങ്ങൾ. വെജിറ്റബിൾസിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഓറഞ്ച്, ആപ്പിൾ, പേരക്ക, പാഷൻ ഫ്രൂട്ട്, പപ്പായ, മാങ്ങ, വാട്ടർമെലൺ, അവക്കാഡോ, ചെറുപഴം, അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും നമുക്ക് ഇവിടെ ഗാനയിലും കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സിന് മധുരം കൂടുതലാണ് എന്ന സംശയം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കേരളത്തിലുള്ള ഒരു പച്ചക്കറി കടയിലേക്ക് കയറി ചെന്നാൽ അവിടെ എന്തൊക്കെയാണോ കാണാൻ കഴിയുക അതൊക്കെ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ തേൻ മിഠായി, നൊസ്റ്റു ബജി മുളക് ആണോ? പപ്പടം, നമ്മുടെ നാട്ടിൽ അതേ പപ്പടമുണ്ട്. ഇനി അതല്ല മറ്റേ പപ്പടല്ലേ, എന്താ പറയുക, സിന്ധി സ്പെഷ്യൽ, കുരുമുളക്, എള്ള്, ജീരകം ഇതൊക്കെ ഇട്ടുള്ള പപ്പടമുണ്ട്. പിന്നെ അതുപോലെ വേറൊരു മിഠായി. നമ്മുടെ കൂടെ ഇന്ന് ക്ഷിപ്ര ഉണ്ട്. ക്ഷിപ്ര പറയും ഈ ഷോപ്പിനെ കുറിച്ചുള്ള വിവരം. Hi, good afternoon all. So you can visit this shop. It's very nice. You can get grocery very easily and all type of vegetable you get very easily. So please come and visit. Thank you. പച്ചക്കറിയും ഫ്രൂട്ട്സും ഗ്രോസറി ഐറ്റംസും എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഷോപ്പ്. നമുക്ക് 36 കടകളൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒരു ഷോപ്പിലേക്ക് നേരെ പോവുക, അവിടുന്ന് വേണ്ടതൊക്കെ എടുക്കുക, നേരെ വീട്ടിലേക്ക് പോവുക. സമയവും ലാഭമാണ്, അതുപോലെ വണ്ടിക്കൂലിയും ലാഭമാണ്. മട്ട അവിലിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ തള്ളിക്കളയുന്നു. കൂടാതെ പ്രമേഹവിരുദ്ധ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. മഗ്നീഷ്യവും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഗാനയിൽ മട്ട അവില് മറ്റൊരു ഷോപ്പിലും ഞാൻ കണ്ടിട്ടില്ല. വെള്ള അവില് നമുക്ക് എല്ലായിടത്തും ലഭ്യമാണ് കേട്ടോ. അപ്പോൾ കറുത്ത ശർക്കരയാണ് നമ്മുടെ അടുത്ത സ്പെഷ്യൽ ഐറ്റം. ഫുഡിന് കൂടുതൽ കളറും ടേസ്റ്റും തരുന്നത് വെള്ള ജാഗ്രിയേക്കാളും ബ്ലാക്കിനാണ്. നാട്ടിലെ സെയിം ശർക്കര നമുക്ക് ഇവിടെയും കിട്ടും. ഇനിയിപ്പോൾ ശർക്കര അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. I think we are blessed to have this vegetable shop over here, because otherwise outside India it's very difficult to get our Indian vegetables. So we're very lucky to have this in this country and to get fresh produce every day. It's really nice. Thank you. And I'm enjoying my day looking at ഈ ബ്രെഡിൽ തന്നെ പല തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കൂടാതെ മിക്സ്ചർ, തേൻ മിഠായി, അങ്ങനെ ഒത്തിരി സാധനങ്ങളാണ് ഇവിടെ നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഈ തേൻ മിഠായി എനിക്ക് കാണുമ്പോൾ എപ്പോഴും എൻ്റെ അച്ചച്ചനെയാണ് എനിക്ക് ഓർമ്മ വരാറുള്ളത്. കുട്ടിക്കാലത്ത് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു തേൻ മിഠായി, അതായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ തറവാട്ടിൽ പാട്ടുകാരുടെ എണ്ണവും കൂടുതലായിരുന്നു. ഈ സംഭവം നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ചക്കക്കുരു ആണെന്നാണോ? പക്ഷെ അല്ല കേട്ടോ. ചക്കക്കുരു പോലെ ഇരിക്കുമെങ്കിലും ഇത് ബ്രസീൽ നട്ടാണ്. ഇപ്പം ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള സാധനം. തെക്കേ അമേരിക്കൻ വൃക്ഷമാണ് ബ്രസീൽ നട്ട്. ഒരുപാട് പോഷക ഗുണങ്ങളാണ് ഇതിനുള്ളത്. ഇതിനെല്ലാം പുറമെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള റൈസും നമുക്ക് കിട്ടാനുണ്ട്. ചില സമയത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന അതേ അരികളും നമുക്കിവിടെ കാണാം.
ஆஃப்டர்நூன். என்னோட பேர் வந்து உமா ரவி. நான் இங்கே கம்யூனிட்டி 6ல் ஸ்டே பண்ணியிருக்கேன். ஸோ எவ்ரி தேர்ஸ்டே இங்கே வெஜிடபிள்ஸ் நான் வாங்க வருவேன். எல்லா வெஜிடபிள்ஸும் இங்கே நல்லாவே கிடைக்குது வித் அஃபோர்டபுள் ப்ரைஸில் அண்ட் ஃப்ரெஷ் ஆல்சோ. எல்லா வெஜிடபிள்ஸும் கிடைக்குது. கீரைகள், கொத்தமல்லி, அந்த மாதிரி எவ்ரிதிங், ஆல் த இண்டியன் டைப் ஆஃப் வெஜிடபிள்ஸ் இங்கே ரொம்ப நல்லா கிடைக்குது. நம்மளுக்கு ரொம்ப வசதியாக இருக்குது. ஸோ ஐ எம் ஆல்சோ வெரி சாட்டிஸ்ஃபைடு to buy all the vegetables here. Thank നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, കുറേ സോപ്പ്, പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഡിഷ് വാഷ്, വാഷിംഗ് പൗഡർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എക്സെട്ര. അപ്പോൾ അതൊക്കെ നല്ല ബ്രാൻഡിൻ്റെ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ പൂജാ സാധനങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ ഷോപ്പിൻ്റെ മറ്റൊരു സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആവശ്യ വസ്തുക്കളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പ്. കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് ഏറ്റവും വലിയത്. അപ്പം നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ ചോദിച്ച സമയത്ത് എല്ലാവരും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരുടെ അടുത്തുനിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് മാത്രമായിരുന്നു നമുക്ക് കിട്ടിയത്. ഇനി ഈ ഷോപ്പിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള മറ്റൊരു കസ്റ്റമേഴ്സിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേട്ടാലോ. இங்கே வர பார்த்தா அப்படியே இந்தியாவில் இருக்க மாதிரியே இருக்கு. ஆமாம், அப்படியா? ஆமாம், அங்கே இருக்க எல்லா வெஜிடபிள்ஸும் இங்கே அப்படியே அவைலபிளாக இருக்கனால ஸோ இந்தியாவில் இருக்க ஃபீல் அப்படியே இருக்கு. ஆமாம், இப்போதான் ஃபர்ஸ்ட் டைம் வரேன். பட் நிறைய வெஜிடபிள்ஸ் நிறைய அவைலபிளாக இருக்கு. அதெல்லாம் ஃப்ரெஷ்ஷாகவும் இருக்கு. ഈശ്വര, പച്ചക്കറി വാങ്ങാൻ വന്ന ഷോപ്പിൽ മദ്യമോ? ഭയപ്പെട വേണ്ട, ഇതെല്ലാം ഗാനയിൽ സ്ഥിരമുള്ള കാഴ്ചയാണ്. ഇനിയിപ്പം നിങ്ങൾ മരുന്ന് വാങ്ങിക്കാനായി മെഡിക്കൽ ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കാണാം ഇത്തരത്തിലുള്ള കുപ്പികൾ. പക്ഷെ ഇത്രയൊക്കെ എല്ലായിടത്തും സുലഭമായിട്ടും അതാ ഇവിടെയുള്ള ആരും കുടിച്ച് പൂക്കുറ്റിയായിട്ട് റോഡിൽ കിടക്കുന്നില്ല കേട്ടോ. അങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുന്നവരാണ് ഗാനിയൻസ്. Please, what are you looking for? Please, I want pickle. Oh, pickles, there are some nice pickles here. മാംഗോ പിക്കിൾ. Yes. ഓ, നമ്മുടെ നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ മിക്സഡ് വെജിറ്റബിൾസിൻ്റെ ഒരു അച്ചാറുണ്ട്. ഇതിന് മുന്നേ ഞാനൊരു അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രിയാസ് ടേസ്റ്റിൻ്റെ തന്നെ നെല്ലിക്ക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പം എടുക്കാൻ പോകുന്നത് ഇവർ തന്നെ ഇപ്പം കുറേ അച്ചാർ കൊടുക്കുന്നുണ്ടല്ലോ. മാങ്ങ കൊടുക്കുന്നുണ്ട്, ഏതാ എടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷനായി. ഇപ്പോൾ തൽക്കാലം മിക്സഡ് ഫ്രൂട്ട് എടുത്ത് നോക്കാം, അതെങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ബാക്കി നെല്ലിക്ക എന്തായാലും നല്ലതായിരുന്നു, അപ്പം ഷുവറായിട്ടും ഇതും നല്ലതായിരിക്കും. ഇതാ മിക്സ്ചർ ഉണ്ട്, പ്രിയ ടേസ്റ്റിൻ്റെ. അപ്പോൾ ചിപ്സ്, നമ്മുടെ നാട്ടിലുള്ള അതേ സെയിം ചിപ്സ് ഉണ്ട്. കടല ഉണ്ട്, മസാലക്കടല കേട്ടോ. മസാലക്കടല നമുക്ക് ഇവിടെ വേറെ ടൈപ്പാണ് കിട്ടാറുള്ളത്. അപ്പം അതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ സെയിം ടേസ്റ്റിൽ. ഇനിയിപ്പോൾ രണ്ടെണ്ണം അടിക്കുന്നവരാണെങ്കിലും അവർക്ക് ടച്ചിങ്സിന് ഇത് ബെസ്റ്റ് ആയിരിക്കും ഈ മസാലക്കടല. പിന്നെ മിക്സഡ് വെജിറ്റബിൾസിൻ്റെ ഈ അച്ചാറാണ് എടുക്കുന്നത്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. വരുന്ന കസ്റ്റമേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇവിടുത്തെ സ്റ്റാഫിനെല്ലാം അറിയാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അവരുടെ മുഖത്ത് നല്ലൊരു ക്യൂട്ട് സ്മൈൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സ്മൈൽ മതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ. നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യത്തിൻ്റെ രഹസ്യം. കഴിയുന്നതും ഹെൽത്തി ഫുഡ് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഷോപ്പ് ഓപ്പൺ ആയിരിക്കുമെങ്കിലും വ്യാഴാഴ്ചയും അതുപോലെ തിങ്കളാഴ്ചയുമാണ് കമ്മ്യൂണിറ്റി 8ലുള്ള ഈ ഷോപ്പിൽ പുതിയ വെജിറ്റബിൾസ് വന്ന് നിറയാറുള്ളത്. ഉച്ചയ്ക്ക് 1 മണി ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടെങ്കിൽ കൈ നിറയെ വെജിറ്റബിൾസുമായിട്ട് നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. വീണ്ടും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.